നല്ല കാച്ചാണല്ലോ. ഇന്ന് എന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചില്ലേ, ഇപ്പൊ നമ്മൾ എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെന്താ പറയാ? ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ തന്നെയാണ് നിങ്ങൾ പ്രഭാത ഭക്ഷണം. നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? അമ്മോ എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യാ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണന്നെ ഒരു ഉണ്ണാമൻ. അതിന് കൃത്യമായിട്ടൊരു വാക്കുണ്ട്, അതെനിക്കറിയില്ലായിരുന്നു. പ്രഭാത ഭക്ഷണം അല്ല, പ്രാതൽ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റിന്റെ മലയാളം പ്രാതൽ എന്നാണ്. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചിയാ മതിയല്ലോ എന്ന് കരുതിയാ. അവസാനം ഡിന്നറിന് എന്ത് പറയും? കർത്താവേ, എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. അത്താഴം. അതെനിക്കറിയാം. അത്താഴം. അത്താഴ പ്രശ്നിക്കാരുണ്ടോ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ലേ? ഉച്ചഭക്ഷണത്തിന് പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടാവും. ഓ അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡലി അല്ലേ ഇരിക്കുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. ഉച്ചഭക്ഷണത്തിന് ഉച്ചയൂണെന്നാണ് പറയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് കഴിക്കാം. അല്ല, ഊണ് കഴിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. പ്രാതൽ, ഊണ്, അത്താഴം. അതെ, 3 വാക്ക് പഠിച്ചില്ലേ? ഓ പഹയ ഒരു കവിത എഴുതി കൊടുത്ത എനിക്ക് സമയമായിട്ട് എഴുതിക്കളെ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രാതൽ വേണം, പ്രാതൽ ഉണ്ടാക്കാം, അങ്ങനെ പറയാം. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. പ്രാതല് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രാന്താകും കറക്റ്റ് സമയത്ത്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കിക്കൊണ്ട് കൊടുക്കാം. പത്തായം കൊണ്ട് നിറയട്ടെ. സ്വിച്ചിന്റെ മലയാളം എന്താ? സ്വിച്ചിന് അങ്ങനെ മലയാളം ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. വൈദ്യുത ആഗമന നിർഗമന നിയന്ത്രിത യന്ത്രം. അപ്പൊ ഇതിന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കാലങ്ങളായിട്ടുള്ള ഒരു സംഭവമല്ലേ ഈ പ്രാതലും അല്ലെങ്കിൽ അത്താഴമൊക്കെ. മറന്നുപോയ കാര്യം ഒന്ന് ഓർത്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത് ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല.